ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഡൽഹി വിശേഷമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒന്ന് എവിടേക്ക് കറങ്ങാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റിൽ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ കറങ്ങാൻ പോവാണ്. ഇന്ന് കറങ്ങാന്ന് വെച്ചാൽ കറക്റ്റ് ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇന്ന് മെട്രോയിൽ പോകുന്നതാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഈ ചുണ്ടിൻ്റെ താഴെ കണ്ടോ ഒരു കറുത്ത ഡോട്ട്, അതിവിടെ വന്നതിന് ശേഷം വന്ന കേട്ടോ. ഇത് ഞാൻ ചെയ്തതൊന്നുമല്ല, ഏതോ ഒരു പ്രാണി കുത്തിയതാണ്. അതുകൊണ്ടാണ് എൻ്റെ ചുണ്ടിന് താഴെ ഒരു കറുത്ത ഡോട്ട് ഇരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെയാണ് ശ്രദ്ധിച്ചത് കേട്ടോ. ഇന്ന് രാവിലെ ആയിരിക്കും ഉണ്ടായത്. എനിക്കൊന്ന് രാത്രിയെ തോന്നുന്നത് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഇതേ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് കുത്തബ് മിനാറിലേക്കാണ്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച മിനാറിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ മിനാറിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി നേരെ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതാട്ടോ എൻട്രൻസ്. ഇവിടെ ആണെങ്കിൽ നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ ഉണ്ട്. ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാഗിൽ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം തന്നെ അവർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ കണ്ണിന് വേണ്ടിയിട്ട് എന്തോ ബിസ്ക്കറ്റോ കാര്യമായിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് അവർ മാറ്റിയിട്ട് ബിസ്ക്കറ്റ് നമുക്ക് വേറൊരു കവറിലിട്ട് തന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ എൻട്രൻസിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഉള്ളിൽ പോകുമ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ വന്നാൽ ഏത് സ്ഥലത്ത് പോയാലും കുറേ നടക്കാനുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതേ നല്ല രസമാട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കുത്തബ് മിനാർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പോയിട്ട് കാണാം കേട്ടോ. അതിനിടയിൽ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കുറേ എണ്ണം പൊളിഞ്ഞു പോയതായിരിക്കും, എനിക്ക് കറക്റ്റ് അറിയില്ല. കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ എന്താ പ്രത്യേകിച്ച് പറയാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷേ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു സൈഡും മറ്റേ സൈഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുല്ലുകളും പിന്നെ അങ്ങനെ ചെറിയൊരു ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മളൊരു ഉച്ച ടൈമിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. തൊപ്പിന്റെ ബാഗില് എടുക്ക്. വലിയ ആളിയില് എന്റെ പോയിന്റ് എത്ര ഉണ്ട്. ഇല്ല ഇങ്ങനെ പിന്നെ കിട്ടുന്നേ. ഏത് അങ്ങനെ ഇതേ നമ്മളിപ്പോൾ കുത്തബ് മിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുത്തബ് മിനാർ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച മിനാറാണിത്. അപ്പോൾ മുമ്പൊക്കെ ഇതിനുള്ളിലൂടെ നമുക്ക് പോകാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ അതിനുള്ളിൽ പ്രവേശനമില്ല. കാരണം കുറേ പേര് ഇവിടെ വന്നിട്ട് ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല കേട്ടോ. അപ്പോൾ കുത്തബ് മിനാറിൻ്റെ ഇടയിലൂടെ നമ്മുടെ വിമാനം പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അടുത്തുനിന്ന് വിമാനമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ചും കൂടി നടന്നപ്പം വേറൊരു സ്ഥലത്തെത്തി. വേറെ ഒരു ഗേറ്റിൻ്റെ ഒരു സ്ഥലത്തെത്തി. അവിടെയാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടികകൾ കൊണ്ട് എന്ത് രസമായിരുന്നു കേട്ടോ. വേറൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പണ്ടൊരു ടെക്നോളജിയും ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഒരു മഹത്വമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്കല്ല, അവിടെ കുറേ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാർക്ക് മാതിരിയാണ്. കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ കുറേ സ്ഥലമുള്ളതുകൊണ്ട് തന്നെ കണ്ണൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുമരിലെ വർക്കൊക്കെ കണ്ടോ, ഭയങ്കര രസമല്ലേ. ഭയങ്കര ഡിസൈനും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പണ്ടൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ്. ഇന്നും അതേപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഈ ഒരു നാട്ടിലത്തെ പ്രത്യേകത പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗ് പോലെ അവർ പരിശോധിക്കും കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് മാറ്റി വെക്കും. അപ്പം ഞാൻ സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കണ്ണിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കുഞ്ഞില്ലോണ്ട് അവർ മനസ്സിലാക്കിയിട്ട് എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും അലോഡല്ല, പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഒക്കെ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിൽ നല്ല ചൂടായിരുന്നു കേട്ടോ. അന്ന് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ആദ്യം നമ്മൾ വരുന്ന ടൈമിൽ അങ്ങനെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ വേർക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് കണ്ണനൊക്കെ നല്ല അലമ്പായിരുന്നു. അപ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ തൂണാട്ടോ. ഇതിനാണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അറിയുന്നവർ താഴ്ന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മുന്നേ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ, അതായത് കുത്തബ് മിനാറിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറേ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് അതിനുള്ളിൽ കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടിയിട്ടൊക്കെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ആരെയും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കലാവാസനകൾ. അതായത് ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. ഓരോ കാര്യങ്ങളും ഓരോ സ്ട്രക്ചറും കാണാൻ ഭയങ്കര രസമായിരുന്നു. അതിന് എത്ര പണി പെട്ടിട്ടുണ്ടാവും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. പണ്ടൊരു ടെക്നോളജി ഇല്ലാത്ത കാലത്തല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര പണിയല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തവരെ സമ്മതിച്ചേ പറ്റൂ. ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പണ്ടുള്ളവരെന്തായാലും സമ്മതിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ കാണുമ്പോഴാണ് എന്നെയൊക്കെ എടുത്ത് കളയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ കുത്തബ് മിനാറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ഗുരുദ്വാരയിലേക്കാട്ടോ. അതായത് സിഖ് മതക്കാരുടെ ഒരു ദേവാലയമാണ് ഗുരുദ്വാര. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഡൽഹിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഗുരുദ്വാര കൂടി വിസിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ രാഹുലേട്ടൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഗുരുദ്വാരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന ടൈമിൽ തന്നെ നിറയെ ആൾക്കാരായിരുന്നു. പോകുന്ന വഴിയിലാണെങ്കിൽ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ പിന്നെ കയറാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മുടെ ലക്ഷ്യസ്ഥാനം ഗുരുദ്വാര ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നടക്കുകയാണ്. അപ്പോൾ ഒരാളെ മേത്തേക്ക് എൻ്റെ കൈ മുട്ടിട്ട് അതാണ് ഇടയ്ക്കൊന്ന് സ്റ്റെക്കായി പോയത്. അങ്ങനെ നമ്മളതിന് ചെരുപ്പ് ഊരി കൊടുക്കാൻ പോവാണ്. അതായത് ഇതിനുള്ളിൽ പോകണമെങ്കിൽ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം പോവാൻ. പ്രത്യേകം തലയൊക്കെ കവർ ചെയ്യണം കേട്ടോ. അതായത് സിഖുകാരെ പോലെ തലയൊക്കെ കവർ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെരുപ്പ് ഊരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ളവർ സേവന മനോഭാവം ഉള്ളവരാണ്. അതായത് നമ്മളെപ്പോലെ വന്നിട്ട് സേവനം ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഈ ഒരു ചെരുപ്പ് ഊരി കൊടുക്കുന്ന ഭാഗത്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണുള്ളത്. അങ്ങനെ ഞങ്ങൾ തലയൊക്കെ കവർ ചെയ്തിട്ടോ. എന്നെ ഇപ്പോൾ തലയൊക്കെ കവർ ചെയ്തപ്പോൾ വേറൊരു ആളെപ്പോലെ ഉണ്ടല്ലേ. അങ്ങനെ രാഹുലേട്ടനും കണ്ണനൊക്കെ തലയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ആദ്യം തന്നെ. പിന്നെ തല കവർ ചെയ്യാനുള്ള ഒരു സംഭവം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ. അതായത് ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എടുത്തിട്ട് തല കവർ ചെയ്യാം. പിന്നെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ഷാളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്ത് തല കവർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ തല കവർ ചെയ്യാം കേട്ടോ. തല കവർ ചെയ്യുന്നത് നിർബന്ധമാണ്. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഫ്രീ ഫുഡാണ്. അപ്പോൾ ചപ്പാത്തി, പിന്നെ പായസം, പിന്നെ ദാൽ കറി, അച്ചാർ, ഇതൊക്കെയായിരുന്നു ഫുഡ്. പിന്നെ എത്ര വേണമെങ്കിൽ അവർ ഫുഡ് തരും കേട്ടോ. ഇപ്പോൾ ഒരു 4-5-6 പ്രാവശ്യമായിട്ട് ചപ്പാത്തി കഴിച്ചാലും അവരൊന്നും പറയില്ല. പക്ഷേ എല്ലാ ഫുഡും നമ്മൾ കഴിക്കണം. എല്ലാ പാത്രമൊക്കെ നീറ്റായിട്ട് ഇരിക്കണം. അതാണ് അവരുടെ ഒരു നിർബന്ധം എന്ന് പറയുന്നത്. പിന്നെ തലയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഭാഗം, മുടിയുടെ ഒരു ചെറിയൊരു ഭാഗം പോലും കാണിക്കരുത്. ഫുള്ള് കവർ ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുടിയുടെ ചെറിയൊരു ഭാഗമൊക്കെ കാണുമ്പോൾ അവർ ഇതൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാവുമല്ലോ. എങ്ങനെ പോയാലും നമ്മൾ മലയാളികളാണല്ലോ. മറ്റൊരാളുടെ മുഖം നോക്കി നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഗുരുദ്വാരയുടെ ഉള്ളിലൊക്കെ പോയി. അപ്പോൾ ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ എന്ന് പറയുമ്പോൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. അതേപോലെ തന്നെ വൈറ്റ് മാർബിളാണ്. പിന്നെ ഗോൾഡ് കളറിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഗോൾഡ് മയമായിരുന്നു അതിനുള്ളിൽ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നീട് ഒരു വലിയൊരു കുളമുണ്ട് കേട്ടോ, അതായത് അതിനെ സരോവർ എന്നാണ് പറയുന്നത്. പിന്നീട് പ്രസാദമൊക്കെ കിട്ടും കേട്ടോ, നല്ലൊരു കേസരി പ്രസാദമൊക്കെ കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ രാവിലേട്ടൻ ഷോപ്സ് കണ്ടപ്പോൾ എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാവിലേട്ടൻ വളയും പിന്നെ ഈ ഒരു ക്യാപ്പ് കേട്ടോ മേടിച്ചത്, രാവിലേട്ടൻ്റെ ഫ്രണ്ടിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ മേടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വെച്ച് നോക്ക്, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാമെന്ന്. അങ്ങനെ ഇതേ രാവിലേട്ടൻ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഹുൽ സിംഗനായി. ഞാൻ പറഞ്ഞു നിങ്ങളെ കാണുമ്പോൾ ഒരു സിക്കാരനെ പോലെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് പിന്നെ വേറൊരു ബ്ലൂ കളറാണ് എടുത്തത്. പിന്നെ വളയും മേടിച്ചു കേട്ടോ. അങ്ങനെ ഇതേ നമ്മളങ്ങനെ ഗുരുദ്വാരയിൽ നിന്ന് നേരെ പോവുകയാണ്. ഗുരുദ്വാര നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ മസ്റ്റായിട്ട് ഡൽഹിയിലേക്ക് വരുന്നവർ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഗുരുദ്വാര. പിന്നെ വീഡിയോസ് ഒന്നും നമുക്ക് അതിനുള്ളിൽ എടുക്കാൻ പറ്റില്ല, പറ്റുന്നെങ്കിൽ ഞാൻ എന്തായാലും എടുക്കുമായിരുന്നു. പക്ഷേ അവരുടെ ചീത്ത കൊള്ളണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അധികം റിസ്ക്കുള്ള പരിപാടിക്കൊന്നും ഏർപ്പെടാതിരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ നേരെ പോകുന്നത് ചാന്ദിനി ചൗക്കിലേക്കാണ്. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ ചാന്ദിനി ചൗക്കിലെത്തി കേട്ടോ. അപ്പോൾ ചാന്ദിനി ചൗക്കിൽ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈക്കിൾ റിക്ഷയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ മാക്സിമം നമ്മളെ ഇവിടെ തന്നെ ഇറക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ക്രൗഡും പിന്നെ വേറൊരു പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ ചാന്ദിനി ചൗക്കിൽ തേരാപാര നടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാനും രാവിലേട്ടനൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇവരെപ്പോഴാണ് അലമ്പാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ണൻ കുറച്ച് സമയം ആൾ പാവമായിരുന്നു, പിന്നെ ആൾ വയലൻ്റ് ആവാൻ തുടങ്ങി കേട്ടോ. എനിക്ക് തോന്നുന്നു ആൾക്ക് ഭയങ്കരമായിട്ട് ടയേർഡായെന്ന് തോന്നി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യാത്രയല്ല, അതുകൊണ്ട് തന്നെ ആൾക്ക് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണെങ്കിൽ കിളിക്കൂട്, പിന്നെ കിളിയുടെ സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല രസമായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഇതൊന്നും ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ പിന്നെ ഈ ഒരു ചെരുപ്പ് വേണ്ട, കുഞ്ഞു പിള്ളേരുടെ ചെരുപ്പാണ്. അപ്പോൾ 2 എണ്ണത്തിന് 100 രൂപയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ മാർക്കറ്റിലൊന്നും പോകാൻ ഉദ്ദേശിക്കില്ല, അതുകൊണ്ട് തന്നെ മാക്സിമം സാധനങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ചെരുപ്പ് എടുക്കാമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കുറേ കളേഴ്സ് കാണുമ്പോൾ ഏത് എടുക്കേണ്ട കൺഫ്യൂഷനാണ്. പിന്നെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. 100 രൂപയ്ക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാഗ് എടുക്കാൻ നോക്കുകയാണ്, കാരണം 3-4 വർഷമായി ഞാൻ ഒരേ ബാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കി 200 രൂപയ്ക്കാണ്, ഒരു ബാഗിന് 200 രൂപയാണ്. പക്ഷേ എല്ലാം ചെറുതായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ രാഹുലേട്ടനോടും രേഖച്ചയോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു നീ എടുത്തോ, 200 രൂപയ്ക്ക് മോശമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെല്ലാം ചെറുതായിട്ട് കാണുമ്പോൾ എനിക്കത് എടുക്കാൻ തോന്നിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. അപ്പോൾ അവരിങ്ങനെ കാണിച്ചു തരാണ്, ഇതിൻ്റെ സിബിൽ ഒരു പ്രശ്നമില്ല, ഇത് നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാണ്. പക്ഷേ എനിക്ക് 2 മനസ്സായിരുന്നു ഉണ്ടായിരുന്നത്, എടുക്കണ്ടേ, അങ്ങനെ ഒരു മനസ്സായിരുന്നു എനിക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ. നല്ല ക്രൗഡായിരുന്നു പിന്നെ അങ്ങോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കമ്മൽസൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ മുന്നൊക്കെ ആണെങ്കിൽ മേടിക്കുമായിരുന്നു, കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ ഇങ്ങനത്തെ കമ്മൽസ് ഒരുപാട് ഇടാറുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികവും നമ്മുടെ ചെറിയ ഗോൾഡ് ഉണ്ടല്ലോ അതാണ് ഇടുന്നത്. കാരണം നമ്മൾ അങ്ങനത്തെ ഫാൻസി കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ണൻ അത് നല്ല രീതിയിൽ വലിച്ച് കൊളാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കമ്മലൊക്കെ ഇപ്പോൾ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ഫാൻസി ഷോപ്പിൽ പോയി വെറുതെ വളയൊക്കെ നോക്കി കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ ഒരു റെഡ് ഫോർട്ടിൽ പോയപ്പോൾ ഒരു വള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അത് ഇവിടെ ഉണ്ടോ നോക്കി, പക്ഷെ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തേരാപ്പാര, അതായത് ചാന്ദിനി ചൗക്കിൽ തേരാപ്പാര നടക്കുകയാണ്. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ അതിനിടയിൽ മേടിച്ച് കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, നല്ല തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ണനെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനിടയിലാണ് ഇങ്ങനെ ബദാം മിൽക്ക് കൊടുക്കുന്നത് കണ്ടത്. ഇതാണെങ്കിൽ ഞാൻ കുറേ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബദാം മിൽക്ക് ഞങ്ങൾ പറഞ്ഞു കേട്ടോ, കാരണം 2-3 എണ്ണം മേടിച്ചത് വെറുതെ വേസ്റ്റ് ആവണമെന്ന് വെച്ചിട്ട് ആദ്യം നമ്മളൊരു ബദാം മിൽക്ക് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമായി. അതാണ് എൻ്റെ മുഖത്ത് ഈ കാണുന്ന ഒരു എക്സ്പ്രഷൻ. പിന്നെ ആ ഒരു ബദാം മിൽക്കിലാണെങ്കിൽ ബദാമൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതേ നമ്മൾ തേരാപ്പാര വീണ്ടും നടക്കുകയാണ്. അതിനിടയിൽ സ്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. റിയ സ്ലേറ്റ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ കണ്ണനും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്കും സ്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അതിനിടയിൽ നമ്മൾ 2-3 സാധനങ്ങൾ എടുത്തു തോന്നുന്നു. ഇപ്പം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു ഓൺ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ ശരിക്കും മറന്നുപോയി. പിന്നെ ബാഗ്, ഇത് 100 രൂപയ്ക്കുള്ള ബാഗാണ്. ഇതും ചെറുതായിരുന്നു കേട്ടോ, പക്ഷേ ഇതിപ്പോൾ കൊള്ളാൻ തോന്നുന്നുണ്ട്, ഇപ്പോൾ കാണുമ്പോൾ കൊള്ളാൻ തോന്നുന്നുണ്ട്.
അപ്പോൾ ഇത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലിപ്പൊക്കെ വിൽക്കുന്ന സ്ഥലം കണ്ടു. ഞാനൊക്കെ ആണെങ്കിൽ ക്ലിപ്പിൻ്റെ ഫാനാണ്. ഞാൻ ഏടെ ക്ലിപ്പ് കണ്ടാലും അത് മേടിക്കും. അപ്പോൾ ഇത് ഞാൻ മേടിച്ചില്ല. നേരത്തെ ഞാൻ ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് മേടിച്ചില്ല കേട്ടോ. അതിനപ്പുറം തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ. പിന്നെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതിന് ചാന്ദിനി ചൗക്കിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മെട്രോയിലേക്കാണ് കേട്ടോ. അതായത് മെട്രോയിലാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് മെട്രോയിൽ പോവുകയാണ്. അതായത് ഞാനും രാഹുലേട്ടനും കണ്ണനും കൂടി ആദ്യമായിട്ട് മെട്രോയിൽ പോകട്ടെ. ഞാൻ ഇതുവരെ മെട്രോയിൽ പോയിട്ടില്ല, ഞങ്ങൾ ആരും മെട്രോയിൽ പോയിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ മെട്രോയിൽ പോവാണ്. അപ്പോൾ അതിൻ്റേതായ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കാർഡ് ഇട്ടില്ല, അതൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടപ്പോഴാണ് എല്ലാം മനസ്സിലായത്. അങ്ങനെ നമ്മൾ മെട്രോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കായിരിക്കും കേട്ടോ പോകുന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അതിന് വീഡിയോ ഒന്നും എടുക്കാനില്ല. ഇനി അടുത്ത ദിവസം, അതായത് നാളെയോ മറ്റന്നാളോ നമ്മളതിന് പുറത്ത് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഡൽഹി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.